സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ. എൻ്റെ മണിയറ എന്ന് പറയുന്നത് സ്വർണം പതിച്ച സ്വരമണ്ഡപമാണ്. അവിടെ എന്നെ സോപാന ഗായകനെങ്കിലും ആക്കൂ. സോപാന ഗായകന് ശ്രീകോവിൽ അടച്ചിരിക്കുമ്പോൾ പുറത്തു നിന്ന് കൊട്ടിപ്പാടാനേ പറ്റുള്ളൂ. ഇങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്യാം. പൊന്നിന്റെ കൊലുസുമിട്ടൊരു വമ്പത്തി കൂന്താലി പുഴയൊരു അമ്പത്തി. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒരു പുഴ പുഴയുണ്ട്. പാലക്കാട് ഭാഗത്ത് എവിടെയുള്ള ഒരു പുഴ. കന്നോട് കരിയുഴും മണ്ണുതിരും മണമോ. പെണ്ണിനു വിയർപ്പാലേ മധുമണം. ഗന്ധബിംബത്തെ നമ്മുടെ പാട്ടിലേക്ക് ഉപയോഗിക്കുകയാണ്. നമുക്കിപ്പോ ആ മണം ആസ്വദിക്കുന്നുണ്ടല്ലേ. സാർ ആ അസാധ്യമായിട്ട് പാടി പാടിയിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. സിനിമയിലെ ഒരു പാട്ടായി വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ അതിന് അവാർഡ് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പാടാ കുട്ടനാടിൻ നീണം. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. അങ്ങനെയാണോ തുമ്പപ്പൂ? അങ്ങനെ തുമ്പപ്പൂ ഉണ്ടായത്. എങ്ങനെ? ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതാണ്. ഒരു കാതിലോല ഞാൻ കണ്ടീല. തിരുതാളി വെച്ചതും കണ്ടീല. നളചരിതമായി പറയുന്നത് മറ്റേ നമ്പ്യാരും ഉണ്ണായിവാരും തമ്മിലുള്ള സംഭാഷണം ഉണ്ടല്ലോ. മനസ്സിലായി. ആരാണ് നല്ലത്? കാതിലോല നല്ലതാളി. അങ്ങനെ മലയാള സാഹിത്യത്തിലെ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും വെച്ചാണ് അത് പാട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഈ പത്മരാജന്റെ നാട്ടിൽ ജനിച്ച ഒരാളായതുകൊണ്ട് അതും കൂടെ ചോദിക്കാം. ഈ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കഥകൾ ഈ എന്നോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പെരുവഴി അമ്പലത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ബസ് വന്ന് നിൽക്കുന്ന മൂന്നും കൂടിയ മുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സമയത്തും ഓരോ സ്ഥലങ്ങളും ഈ ഇമേജുമായിട്ടൊക്കെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴൊക്കെ കിട്ടിയിരുന്ന ഒരു ഹർഷം ഉണ്ടല്ലോ. ഓ തീർച്ചയായും. ആ റിസർച്ചിന്റെ കാലം എന്ന് പറയും. അതാ ഞാൻ പറഞ്ഞത്. അതുപോലെ ഇനി ആർക്കും ചെയ്യാൻ പറ്റില്ല. മുതുകുളം മാറിപ്പോയി. ഞാൻ ഈ റിസർച്ചിലേക്ക് വരുന്നത് ഞാൻ MA കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പത്മരാജൻ്റെ ഒരു സിനിമയിലെ കഥാപാത്രമാണ് എന്നോട് പറയുന്നത്, രാജൻ കുഞ്ഞിൻ്റെ കഥകളെക്കുറിച്ച് മോനൊന്ന് പഠിച്ചുകൂടെ എന്ന്. ഒരിടത്തൊരു ഫയൽവാൻ എന്ന് പറയുന്ന സിനിമയിൽ അശോകൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. തവളയെ പിടിക്കാൻ പെട്രോൾ മാക്സുമായിട്ട് നടക്കുന്ന ഒരു പയ്യൻ. ആ കഥാപാത്രം അത് പത്മരാജൻ സാറിൻ്റെ വീടിൻ്റെ ഇപ്പോൾ അത് ഒരു ചെറിയ ടാർ റോഡാണ്. ഞവരക്കൽ തറവാടിന് മുമ്പിലൂടെ ഒരു നടവരമ്പെന്ന് പറയും. ഈ വരമ്പിലൂടെ ഇങ്ങനെ പെട്രോൾ മാക്സും പിടിച്ച് പണ്ട് ഈ ഓണാട്ടുകരയിൽ ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. ഞാനും ഒക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഒക്കെ ഇങ്ങനെ രാത്രിയിൽ പെട്രോൾ മാക്സും പിടിച്ച് ഇങ്ങനെ വരും. തവളയെ ഇങ്ങനെ ഒറ്റല് കൊണ്ട് ഒറ്റി അതിൽ കൈയിട്ട് പിടിച്ച് അതിൻ്റെ തുട വെട്ടി. അതാണല്ലോ ആ സിനിമയിൽ കാണിക്കുന്നത്. ആ സിനിമയിൽ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഈ എന്നോട് പറഞ്ഞ ആളുടെ കരിക്കേച്ചർ വെച്ചാണ് പത്മരാജൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശരിയാണല്ലോ എന്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് ധാരാളം കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നമുക്ക്. അപ്പോൾ അന്ന് വരെ അദ്ദേഹത്തെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല. ഞാൻ പല നിരൂപകരോടും അല്ലെങ്കിൽ ഇങ്ങനെ പഠിതാക്കളോടും സംസാരിച്ചപ്പോൾ അവർക്കൊന്നും പത്മരാജൻ എത്ര കഥ എഴുതിയെന്ന് പോലും അറിയില്ല. 10-12 കഥയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് എന്നോട് പലരും പറഞ്ഞത്. ഞാൻ അന്വേഷിച്ച് 135-ലേറെ കഥകൾ കണ്ടുപിടിച്ചു. പ്രസിദ്ധീകരിക്കാതിരുന്ന 18 കഥകൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തി. അത് 2009 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഓണപ്പതിപ്പിൽ ഫ്രണ്ട് പേജിൽ പത്മരാജൻ്റെ അപ്രകാശിതവും അസമാഹൃതവുമായ കഥകൾ എക്സ്ക്ലൂസീവായി പ്രസിദ്ധീകരിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കഥാപാത്രങ്ങളെ കാണുമ്പോഴും ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് തകരയുടെ പൂർവ്വരൂപം. ഇങ്ങനെ ഓരോന്നും അദ്ദേഹം പറയുന്ന. അപ്പോൾ മുറ്റത്തെ ചെമ്പകം എന്നൊരു കഥയുണ്ട്. പത്മനാഭൻ സാറിൻ്റെ വീണ്ടും മുന്നിൽ നിൽക്കുന്ന ചെമ്പകത്തെ വെച്ചിട്ടാണ് ഈ കഥ പറയുന്നത്. കഥ വേറൊരു കഥയാണെങ്കിലും ഈ ചെമ്പകത്തെ ഇതൊരു കഥാപാത്രമാക്കിയിരിക്കുക. അവിടുത്തെ പവിഴമല്ലിയും അവിടുത്തെ മാവിൻ ചുവടുകളും അവിടുത്തെ പ്ലാവും. പത്മനാഭൻ സാറിൻ്റെ വീട്ടിലേക്ക് തെക്കുവശത്തെ റോഡിൽ നിന്ന് ഒരു ഒറ്റയടിപ്പാതയായിരുന്നു വീട്ടിലേക്ക്, തറവാട്ടിലേക്ക്. അതിപ്പോൾ അടച്ചിട്ടുണ്ട്, കിഴക്ക് വശത്തൂടെ ആക്കി. ഒരു നോവലിൽ ആ ഒറ്റയടിപ്പാത കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിന് പിന്നിലുള്ള സർപ്പക്കാവ് കൃത്യമായി നോവലുകളിലെ കഥാപാത്രമാണ്. ചക്കരച്ചിപ്ലാവ്. ഇങ്ങനെ ഓരോന്നിനെ നമുക്ക് തൊട്ടറിയാൻ പറ്റും. ചൂണ്ടൽ എന്ന് പറയുന്ന കഥയിൽ കിഴക്ക് നിന്നൊഴുകി പടിഞ്ഞാറോട്ട് വന്നിട്ട്
വടക്കോട്ട് തിരിഞ്ഞ് വീണ്ടും പടിഞ്ഞാട്ടൊഴുകി പോകുന്ന തോട്. പത്മനാഭൻ സാറിൻ്റെ വീണ്ടും നേരെ വടക്കുവശത്തെ തോടാണ് അത് കള്ളൻ പവിത്രൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. തകര എന്ന് പറയുന്ന ആള് മറ്റൊരു പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പത്മനാഭൻ സാറ് പോയി പിന്നെ തിരുവനന്തപുരത്തൊക്കെ താമസമായി അതിനുശേഷം വല്ലപ്പോഴും മുതുകുളത്ത് വന്നാൽ അദ്ദേഹം പോയി ഇരിക്കാറുണ്ടായിരുന്നത് അവിടെ ഒരു മാടക്കടയിലാണ്. അവിടെ ഇരുന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ആ കട നടത്തുന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചാണ് പല കഥകളും അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ 2 ദുരന്ത സന്ദർഭങ്ങളെ അദ്ദേഹം കഥകളാക്കി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പുലേനാർ കോട്ട എന്നൊരു കഥയുണ്ട്, ഒന്ന് മറ്റൊരു കഥ. അങ്ങനെ 2 കഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോ കഥകളെയും നമുക്ക് തൊട്ടറിയാൻ കഴിയും. ഇടവഴിയിലും വയൽവരമ്പിലും കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെരുവഴി അമ്പലത്തിൻ്റെ തുടക്കം, തിരക്കഥയുടെ തുടക്കം തന്നെ 3 കൂടിയ കവലയിൽ ബസ് വന്ന് നിന്നു എന്നാണ് തുടങ്ങുന്നത്. പത്മനാഭൻ സാറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ചെന്നിറങ്ങുമ്പോൾ നിങ്ങൾ 3 കൂടിയ കവലയിലാണ് ഇറങ്ങാൻ പോകുന്നത്. 4ാമത്തെ വഴിയിലേക്ക് കിഴക്കോട്ട് വഴിയില്ല. 3 കൂടിയ കവലയിൽ ബസ് വന്ന് നിന്നു. ബസ്സിൽ നിന്നും ആ സിനിമയിലെ തിരക്കഥയിലെ അല്ലെങ്കിൽ നോവലിലെ വില്ലൻ ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു റൗണ്ട് ക്യാരക്ടറാണ്, വളരുന്ന ക്യാരക്ടറാണ്. അദ്ദേഹം പിന്നെ ഒരു നായകനായി മാറുകയാണ് യഥാർത്ഥത്തിൽ. പ്രഭാകരൻ പിള്ള ഇറങ്ങി. തൊട്ടടുത്ത 1-2 ഒരു ചായക്കടയും 1-2 മാടക്കടയും. ഇത് തന്നെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഇപ്പോഴും ആ ചായക്കടയുണ്ട്. ചായക്കട ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചായക്കടയും 2-3 മാടക്കടയും. മാടക്കടയിലേക്ക് കയറി വന്ന പ്രഭാകരൻ പിള്ള കയറി വരുന്നത് കണ്ടിട്ട് ഈ മാടക്കടക്കാരൻ പ്രഭാകരൻ പിള്ളയോട് ചോദിക്കുന്നു, കൊത്താറിന് ഇപ്പോൾ വരുന്ന വഴിയായിരിക്കും ഇല്ലയോ? ഇത് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ്. കൊത്താറിന് ഇപ്പോൾ വരുന്ന വഴിയായിരിക്കും ഇല്ലയോ? അപ്പം നോക്കി എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം സ്വന്തം ഗ്രാമത്തെ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പാണ്ഡവർകാവ് അമ്പലം, വെട്ടിക്കുളങ്ങര അമ്പലം, ചേപ്പാട്ടുമുക്ക്, ഇങ്ങനെ ഓരോന്നും, വന്തികപ്പള്ളി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളാണ്, കഥാപശ്ചാത്തലങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ നടന്ന ഒരു കൊലപാതകമാണ് പെരുവഴി അമ്പലം എന്ന് പറയുന്ന സിനിമയായി മാറിയത്. ഏതാണ്ട് ഒരു 70% അദ്ദേഹത്തിൻ്റെ അപൂർവം ചില കഥകൾ അല്ലെങ്കിൽ അപൂർവം ചില നോവലുകളൊക്കെ ഉള്ളൂ പുറത്ത് കഥാപശ്ചാത്തലമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞങ്ങളുടെ നാടിൻ്റെ മുതുകുളത്തിൻ്റെ കഥയാണ്. ഇപ്പോൾ ഫയൽവാനായാലും കള്ളൻ പവിത്രനായാലും പെരുവഴി അമ്പലമായാലും രതിനിർവേദമായാലും തകരയായാലും പ്രയാണമായാലും വാടകയ്ക്കൊരു ഹൃദയം, ഏറ്റവും വലിയ നോവൽ അതാണ് അദ്ദേഹത്തിൻ്റെ. വാടകയ്ക്കൊരു ഹൃദയം എന്ന് പറയുന്ന നോവലിൽ നായികയെ അവതരിപ്പിക്കുന്നത് കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായി അദ്ദേഹത്തിൻ്റെ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിൽ താമസിക്കുന്ന ആളാണ്. ഏറ്റവും മനോഹരമായ കുത്തിയോട്ടപ്പാട്ട്, മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാന കലയാണ് ഈ കുത്തിയോട്ടം. അതിലെ ഏറ്റവും പ്രശസ്തമായ കുത്തിയോട്ടപ്പാട്ട് എഴുതിയിരിക്കുന്നത് മീനത്തതിൽ കേശവപിള്ള എന്ന് പറയുന്ന അദ്ദേഹമാണ്. ദേവി മഹാത്മ്യം എന്നാണ് അതിൻ്റെ പേര്. ഭദ്രേ ഭഗവതി ഭക്താർത്തി ഭഞ്ജിനി ഭദ്രകാളി നതാ മർത്യപാളി മത്താളിന മധുകൈടഭ മത്തേഭ ഹരീന്ദ്രേ തവ പത്തേ ഗതി വിപത്താർക്കു മാറ്റാൻ. ഇതങ്ങനെയാണ് തുടങ്ങുന്നത്. അതിൽ 4ാം പാദം ഹാടകഡോളയിൽ ആടിവസിപ്പൊരു പേടമാൻ കണ്ണി തൻ മോടികൾ കണ്ടുള്ള ആടി ഉഴന്നഥ വാടിപ്പാരം എന്ന് പറഞ്ഞിട്ടൊരു തുടക്കമുണ്ട്. അതൊരു നായികാ വർണ്ണനയാണ്. ഈ നായികാ വർണ്ണന ഈ കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചിട്ടാണ് നായികയെ വർണ്ണിക്കുന്നത്. നോക്കൂ, അപ്പോൾ എന്ത് രസമായിട്ടാണ് സ്വന്തം ഗ്രാമത്തെ പത്മരാജൻ അവതരിപ്പിക്കുന്നത്. കലകളെ വരെ അത് തന്നെ അത്ര സൂക്ഷ്മമായിട്ട്. 45ാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്നാലോചിക്കണം. വെറും 45 വയസ്സിൽ 135 കഥ, 14 നോവൽ, 36 തിരക്കഥ, 18 തിരക്കഥ സ്വന്തമായി സംവിധാനം ചെയ്തു, 18 മറ്റുള്ളവർക്ക് എഴുതി. ഇനിയും ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ കുറഞ്ഞ ഒരു പ്രായത്തിൽ ഒരുപക്ഷെ ഒരു 80 വയസ്സിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ 40 വയസ്സിനുള്ളിൽ ചെയ്തതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പിന്നീട് ഇനിയും ജോലിയില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയേറെ ജീനിയസ്. ഇങ്ങനെയുള്ള ചങ്ങമ്പുഴയോ വല്ലതും നമുക്കങ്ങനെ പറയാം. ഇത്രയും വലിയൊരു ജീനിയസ് കുറഞ്ഞ പ്രായത്തിൽ പ്രകടിപ്പിച്ച ഒരാൾ. സംസാരിച്ചതുകൊണ്ട് നമുക്ക് 1-2 സിനിമകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൂടി സംസാരിക്കേണ്ടതുണ്ട്. സാറിൻ്റെ വർത്തമാനത്തിൻ്റെ രസം കൊണ്ടുകൂടി ഞാൻ ചോദിക്കുകയാണ്. ശരിക്കും ക്ലാരയെ നമ്മൾ പലതരത്തിൽ പല ആസ്പെക്ട്സിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്ലാര എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ടാണ് ജയേഷിനെ വിട്ടുപോയത്, എന്താ ജയേഷിനെ കല്യാണം കഴിച്ചാൽ എന്തായിരുന്നു എന്നൊക്കെയായിരുന്നു ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ക്ലാര ശരിക്കും ജയേഷിനെ കെട്ടാത്തത് എന്തുകൊണ്ടാണ്? അത് പത്മരാജൻ സാറിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ.
ഈ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ഈ സോക്കോൾഡ് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില സദാചാര മൂല്യങ്ങൾ, സാമൂഹ്യ സങ്കല്പങ്ങൾ, ഇതിനോടൊക്കെ എല്ലാം മിക്ക കഥകളിലും കലഹിച്ചിട്ടുള്ള ഒരാളാണ് പത്മരാജൻ. അത് അദ്ദേഹത്തെ സൂക്ഷ്മമായി പഠിക്കുന്നവർക്കറിയാം. അപ്പം ഞാൻ എൻ്റെ ഗവേഷണം പൂർത്തിയാക്കി ആദ്യമായി തീസിസ് എൻ്റെ ഗൈഡിന് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം ഇത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, സജിത്തെ, ഇതിനകത്ത് പത്മരാജൻ വളരെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പത്മരാജൻ്റെ കൃതികളുടെ നന്മകൾ, പോസിറ്റീവ്നെസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, നെഗറ്റീവുകളില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട്. എന്താണ് പ്രധാനപ്പെട്ട നെഗറ്റീവ്? ഞാനിങ്ങനെ പരിങ്ങി, എന്താണ് ഈ നെഗറ്റീവ് പറയാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പത്മരാജൻ്റെ പല കൃതികളിലും, സിനിമയല്ല മറ്റ് കൃതികളിലും അവതരിപ്പിക്കുന്ന പല ജീവിത സന്ദർഭങ്ങളും ആരോഗ്യകരമായ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതാണോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നെന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചില്ല? വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വില്ലനോടുള്ള പക തീർക്കാൻ അയാളുടെ മകൾ എന്ത് പഴിച്ചു? അവരെ റേപ്പ് ചെയ്ത് അവരെ നശിപ്പിച്ച് വില്ലനോടുള്ള പക തീർക്കുന്നു. അതൊരു ആരോഗ്യകരമായ സമൂഹത്തിന് കൊടുക്കുന്ന പോസിറ്റീവ് സന്ദേശമാണോ? പറഞ്ഞല്ല. നെക്രോഫീലിയ പോലുള്ള വളരെ മാനസിക ഭാവങ്ങൾ, ശവഭോഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പോസിറ്റീവായ ഒരു സമൂഹത്തിന് പല കാര്യങ്ങളുണ്ട്. ഗർഭിണിയെ തൊഴിച്ചു കൊല്ലുക പ്രതികാരത്തിനായിട്ട്, ഇങ്ങനെ പല പ്രതികാര സന്ദർഭങ്ങളും അല്ലെങ്കിൽ പ്രതികാര കഥാഭാഗങ്ങളും പശ്ചാത്തലങ്ങളും ഒരു പോസിറ്റീവായ സമൂഹത്തിന് ഒരു പക്ഷേ അല്ലെങ്കിൽ പോസിറ്റീവായൊരു സമൂഹത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വിമർശനങ്ങൾ ഞാനൊരു പാരഗ്രാഫായിട്ട് അതിൽ ഉൾപ്പെടുത്തി. ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതിലുണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതികളിലുണ്ട്. അത് പോസിറ്റീവാണോ എന്നുള്ളത് കാലം വിലയിരുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഈ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്നത് ഉദകപ്പോള എന്ന അദ്ദേഹത്തിൻ്റെ നോവലാണ്. അതിൽ 2 ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സിനിമ. മറ്റേ ഭാഗത്തിൽ ഭർത്താവ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒറ്റയായിപ്പോയ പെങ്ങളെ സഹോദരൻ വന്ന് വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നതായിട്ടാണ്. നമുക്കൊരിക്കലും അങ്ങനൊരു കൺസെപ്റ്റ് ഇല്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല സഹോദരൻ സഹോദരിയെ കല്യാണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പല പിന്തുടർന്നു വന്ന നടപ്പ് രീതികൾ, നടപ്പ് ദീനങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. നടപ്പ് രീതികളെ അദ്ദേഹം എപ്പോഴും മുറിച്ചു കടക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു ക്ലാരയെ പോലൊരു കഥാപാത്രത്തെ അവർ പറയുന്നുണ്ട്, ഓടുന്ന മുറികളിൽ നിന്നും ഓടാത്ത മുറികളിൽ നിന്നും ഓടുന്ന മുറികളിലേക്കായിരുന്നു എൻ്റെ ജീവിതം. ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ആ നിലവിളിക്കുന്ന ഭ്രാന്തൻ്റെ കാലിലെ വ്രണമാകാൻ എനിക്ക് ആഗ്രഹം. ഇതൊക്കെ അത്തരത്തിലുള്ള ഈ നടപ്പ് സാംസ്കാരിക സാമൂഹ്യ സദാചാര ആ ഒരു ഫ്രെയിമുകളോടുള്ള കലഹമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഇത്തരത്തിൽ ക്ലാരയെ അവതരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. നമ്മുടെ അതിനേക്കാൾ വലിയ പല എഴുത്തുകാരുടെയും നായികമാർ റേപ്പ് ചെയ്യപ്പെട്ട ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. മാധവിക്കുട്ടി മാത്രം പറഞ്ഞു, നല്ലപോലെ ഡെറ്റോൾ സോപ്പ് ഇട്ടൊന്ന് കുളിച്ചാൽ മതി, അതങ്ങ് മാറും. കാരണം ശരീരത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല ഈ ലോകത്ത്. ഇപ്പം അതായില്ലേ? അപ്പം പത്മരാജനായിരുന്നു ശരി എന്ന് വന്നില്ലേ? തീർച്ചയായും. അതാണ് ഒരിടത്തൊരു ഫയൽവാനല്ലേ, ആ മനുഷ്യൻ ഒരു ഭയങ്കര ഗുസ്തിക്കാരനും ഭയങ്കര ആരോഗ്യമുള്ള മനുഷ്യനാണ്. പക്ഷെ സത്യത്തിൽ അയാൾക്ക് ശരിക്കുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. ആരോഗ്യമുണ്ട്, മാനസികാരോഗ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. അതെ, നോക്കൂ എത്ര രസമായിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് പത്മരാജൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിലൊന്നും ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് പത്മരാജൻ തെളിയിച്ചു തന്നില്ലേ? ഇങ്ങനെ ആര് ചിന്തിക്കും? ഇത്രയൊക്കെ വലിയ ആരോഗ്യ പുള്ളി, ഇങ്ങനെ വലിയ ഇതൊക്കെ കറക്കുന്നൊക്കെ ഉണ്ട്, മുട്ടയൊക്കെ ഇങ്ങനെ കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് തിന്നുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു കാര്യമില്ല. അയാൾക്കൊരു പെണ്ണിനെ കാണുമ്പോൾ മുട്ടിടിക്കും. ഗുസ്തി പോലെയാണ് പെണ്ണിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് ഭയങ്കര ആക്ഷേപഹാസ്യമല്ലേ? തീർച്ചയായും സത്യമല്ലേ അത്? ഒരു പെണ്ണിനെ നമുക്ക് ഈ പുരുഷനൊന്നും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞൂടാ എന്നുള്ളത് വളരെ ആക്ഷേപഹാസ്യം. തീർച്ചയായും പുരുഷന്മാർക്ക് വർഗ വിമർശനമാണത്. അതുപോലെ അതിലെ മറ്റേ ശിവൻപിള്ള മേസ്തരി ഏത് ഗ്രാമത്തിലല്ലേ ഏത് നാട്ടിൽ പോയാലും അതുപോലെ ഇങ്ങനെയുള്ള ചില സാധനങ്ങളെ കാണിച്ചുകൊണ്ട് കാശ് പിടുങ്ങുന്ന ആൾക്കാരുണ്ടാകും. ഇത്തരം കളിക്കാരെ വെച്ച് കളിപ്പിക്കുന്ന നൂല് ഉപയോഗിക്കുന്നവർ പിന്നിലുണ്ടാകും എന്നുള്ളതാണ് തയ്യക്കാരനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം. ഇങ്ങനെ എന്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക വിമർശനം. അത്ര സോഷ്യലി, അതാ ഞാൻ പറഞ്ഞത്,
പക്ഷെ എത്ര കൊച്ചു പ്രായത്തിലാണ്. കള്ളൻ പൗത്രനിലേക്ക് എത്തുമ്പോൾ ഈ കള്ളനോട് നമുക്ക് സ്നേഹമാണ് വരുന്നത്. ആ അപ്പോ പക്ഷെ എന്നാൽ കഥാപാത്രങ്ങൾക്കൊക്കെ ഈക്വൽ പ്രാധാന്യമുണ്ട്. തീർച്ചയായും, ഈ കാലഘട്ടത്തിൽ പോലെ പോലും അല്ല, ഇപ്പോഴാണ് കുറച്ചുകൂടെ ഗ്രേ ഷെയ്ഡ്സിൽ അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങിയത്. പക്ഷെ അന്നേ ആ സിനിമയൊക്കെ ഗ്രേ ആയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. നമുക്കത് കൃത്യമായിട്ട് അന്നത് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതെ 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 അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഗ്രാമത്തിൽ നിന്നും ഉണ്ടായ കഥാ പശ്ചാത്തലങ്ങൾ, കഥാബീജങ്ങൾ അതിനകത്തൊരു പ്രധാന ഘടകമാണ്. പല കഥാപാത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നവരാണ്. ഈ കള്ളനും ഈ മാമച്ചനും, അതായത് മില്ല് മാമച്ചൻ, മില്ലുകാരൻ മാമച്ചനുണ്ടല്ലോ, ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നവരാണ്. അപ്പം സ്വന്തം ഗ്രാമത്തിലെ ഇങ്ങനെയുള്ള നമ്മളൊരു പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ സാധാരണക്കാരായ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. കള്ളൻ്റെ ജീവിതത്തിന് ഒരു കഥയുണ്ട് പറയാൻ. ഇത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയാകും എന്ന് തന്നെയാണ് അദ്ദേഹം അതിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതൊന്നും ശാശ്വതമല്ല എന്ന് മാത്രമല്ല, എൻ്റെ അവസാനം, കള്ളൻ പൗത്രൻ്റെ അവസാനം ഒരു സാരോപദേശം എഴുതി കാണിക്കും. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പു എന്നുള്ളതിൻ്റെ പഴയ രൂപമാണ് എഴുതി കാണിക്കുന്നത്. ഇങ്ങനെ നടക്കുന്നവർക്ക് കിട്ടുന്ന ഫലം ഇതായിരിക്കും. അതും എന്തിനാണ്? പരിഹാസമാണ്. ഗുണപാഠ കഥകൾ നമ്മൾ പണ്ട് കുട്ടികൾ ഇങ്ങനെയുണ്ട് ഗുണപാഠം. അങ്ങനെ വരെ അദ്ദേഹം എത്ര ഗംഭീരമായിട്ടാണ് സിനിമകളെ, കൃതികളെ, കഥകളെ സമീപിച്ചിരുന്നത് എന്നുള്ളതിന് തെളിവാണ്. ഇന്ന് മാത്രമല്ല, മനുഷ്യരുടെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. ഏത് കഥാപാത്രം സംസാരിക്കുമ്പോഴും അത് ആ കഥാപാത്രത്തിൻ്റെ നിലവാരത്തിലാണ് സംസാരിക്കുന്നത്. ഗന്ധർവൻ മറ്റോ കുറച്ച് ആലങ്കാരികമായി മാനാകാനും മയിലാകാനും ചിത്രശലഭമാകാനും ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും. ബാക്കിയുള്ള മനുഷ്യരൊക്കെ ഇപ്പോൾ താൻ നടപ്പുക ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. ആ എന്താണോ ഭാഷ. പിന്നെ അദ്ദേഹം എഴുതിയതിൽ ചില ഭാഷയ്ക്ക് അത്ര പോരാന്ന് വിമർശനം വന്നത് ഈ തൂവാനത്തുമ്പികളിലെ ഭാഷ ഒറിജിനൽ തൃശ്ശൂർ ഭാഷയല്ല എന്ന് അടുത്ത കാലത്തിൽ വിമർശനം വന്നിരുന്നല്ലോ. അതേ ഉള്ളൂ. ബാക്കി ഓണാട്ടുകാരുടെ ഭാഷയൊക്കെ അദ്ദേഹം കൃത്യമാണ്. ഈ പുള്ളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന കഥകളിൽ ചില അന്ധവിശ്വാസത്തിൻ്റെ എലമെൻറ്റും കൂടെ കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഗന്ധർവനെ കുറിച്ച് സിനിമ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പലരും സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ അത് വെറുതെ തള്ളിക്കളയേണ്ട ഒരു അന്ധവിശ്വാസം അല്ലേ? എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? എൻ്റെ പഠനം അതാണ്. ട്രാജിക് കോൺഷ്യസ്നെസ്, ദുരന്തബോധം പത്മരാജൻ്റെ കൃതികളിൽ എങ്ങനെ ഉണ്ടായി. അപ്പോൾ സിനിമ എന്ന് ഞാൻ പറയാഞ്ഞത്, പല കഥകളുമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയാകുന്നത്, അല്ലെങ്കിൽ പല അദ്ദേഹത്തിൻ്റെ നോവലുകളും സിനിമയായി. അപ്പോൾ അതും വീണ്ടും അതൊരു പഠനം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കൃതികൾ എന്ന് ഞാൻ ഒതുക്കിയത്. അപ്പോൾ ഈ കൃതികളെല്ലാം പരിശോധിച്ചതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ 2 പേർ ഇതുപോലെ തന്നെ ഈ പ്രായത്തിൽ മരിച്ചുപോയി. ഒരാൾ 40-ാമത്തെ വയസ്സിലും മറ്റേയാൾ 42-ഓ 43-ാമത്തെ വയസ്സിലോ മറ്റോ മരിച്ചുപോയി. ഈ മരണം ആണ് അദ്ദേഹത്തിൽ മരണഭീതി ഉണ്ടാക്കിയതെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ തന്നെ ഒരു ദുരന്തം ഇങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായതെന്നും ഒരു വാദമുണ്ടായിരുന്നു. പക്ഷെ അത് ശരിയല്ല എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളും അനേകം ഈ 19-ാമത്തെ ലോല തന്നെ ഒരു ദുരന്തമാണ്. അതടക്കമുള്ള ദുരന്തം വളരെ, ഈ ചൂണ്ടൽ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഈ ദുരന്തങ്ങൾ പറയുന്ന കൃതികളൊക്കെ വന്നതിന് ശേഷമാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ ഈ ദുരന്തം എന്ന് പറയുന്നത് മരണം, ജ്യേഷ്ഠന്മാരുടെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ആഘാതം കൊണ്ടല്ല. അദ്ദേഹം വളരെ കുട്ടിക്കാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായി 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ആടിനെ തീറ്റാനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പോകും. അപ്പം വയലിൽ ഇങ്ങനെ അഴിച്ചുവിട്ട്, ഒരു 1.5 വയസ്സ് മറ്റോ വ്യത്യാസമുള്ളൊരു ജ്യേഷ്ഠനുണ്ട് അദ്ദേഹത്തിന്, പത്മധരൻ. അവർ 2 പേരും വലിയ സുഹൃത്തുക്കളാണ്. അവർ 2 പേരോടാണ് ഇതിനെ തീറ്റാനൊക്കെ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞുള്ള അറിവാണ്, ഇദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് കരയുകയൊക്കെ ചെയ്യും. ഈ ആടിനെയൊക്കെ അഴിച്ചു വിട്ടിട്ടിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതെന്തോ അദ്ദേഹത്തിൻ്റെ ഒരു അബോധമായിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച എന്തോ ഒരു നിസ്സഹായാവസ്ഥയോ ദുരന്തബോധമോ ഒക്കെ ആയിരിക്കും. അത് ജനിതകമാകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹത്തിൽ ഈ ദുരന്തബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായതും അദ്ദേഹത്തിനെ അബോധമായി ഏതാണ്ട് 95% കൃതികളിലും ഈ ദുരന്തബോധം, ദുരന്തമെന്ന് പറയുന്നത് മരണം മാത്രമല്ല, പലതരത്തിൽ ദുരന്തമുണ്ടാകാം. പെരുവഴിയമ്പലത്തിൽ വാണിയങ്കോവിലെ ഉത്സവത്തിൻ്റെ അവിടെ വെച്ച് ഈ പ്രഭാകരൻ പിള്ളയെ കുത്തിക്കൊല്ലുന്നത് വരെ ഉണ്ടായിരുന്ന ഒരു അസ്തിത്വമല്ല 16 വയസ്സുകാരൻ അതിന് ശേഷം ഉണ്ടാകുന്നു. അവൻ്റെ അസ്തിത്വം കൊലപാതകി എന്നുള്ള രീതിയിൽ ദുരന്തത്തിലേക്ക് മാറുകയാണ്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും പലതരത്തിൽ അസ്തിത്വ സന്ത്രാസം കൊണ്ടോ അല്ലെ അസ്തിത്വ നാശം കൊണ്ടോ മരണം കൊണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെടൽ കൊണ്ടോ
അങ്ങനെ പല രീതിയിൽ ദുരന്തം സംഭവിക്കുന്നുണ്ട്. ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, 95% കഥകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. അത് പക്ഷേ അദ്ദേഹത്തിൽ അബോധമായിട്ടുണ്ടായ ജനിതകമായ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണമെന്നാണ് എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ ആ വീട്ടിലുണ്ടായ സംഭവങ്ങളെ തുടർന്നുള്ള അന്ധവിശ്വാസത്തിൻ്റെ പുറത്തല്ല എന്നാണ് ഞാൻ. അങ്ങനെ ഒരു അന്ധവിശ്വാസിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം. വളരെ പ്രോഗ്രസീവ് ആയിരുന്നു. വളരെ അല്ല, അതിനുശേഷം നമ്മുടെ അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എനിക്കങ്ങനെ ഒരു വിശ്വാസമില്ല. ഞാനിത് പഠിച്ചിടത്തോളം ഇങ്ങനെ ജനിതകമായിട്ട് അദ്ദേഹത്തിലുണ്ടായതാണ്. അല്ലാതെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ എന്താണ് വീട്ടിലെ എന്തെങ്കിലും സന്ദർഭങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ ചില പ്രശ്നങ്ങളോ അങ്ങനെ ഉണ്ടെന്ന് വരുന്നത്. കാരണം ആ വീട്ടിൽ പിന്നീട് അതിന് മുമ്പോ അല്ലെങ്കിൽ അങ്ങനൊരു ദുരന്തത്തിൻ്റെതായൊരു നൈരന്തര്യമൊന്നും അവിടെ ഇല്ല. മരണങ്ങൾ പിന്നെയും സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അന്ധവിശ്വാസവുമായി കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്കിപ്പ് ചെയ്ത് വീണ്ടും പാട്ടിലേക്ക് വന്നാൽ BR പ്രസാദിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര രസകരമായിട്ട് പറയുന്ന കേട്ടു. BR എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൂന്താലിപ്പുഴയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ആരാധനയുണ്ട്. പുള്ളിയുടെ വൈഫിനോട് ഞാൻ സംസാരിക്കുന്ന സമയത്തും ഒക്കെ അത്തരത്തിലുള്ള പാട്ടുകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാറ് BRനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പത്മരാജ സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് BRനെ കുറിച്ചും പറയുന്നത്. ഒന്ന് എൻ്റെ നാട്ടുകാരനാണെങ്കിൽ മറ്റേത് എൻ്റെ സനാതനമല. ഞാൻ സനാതന ധർമ്മ കോളേജിലെ അധ്യാപകനാണ്, ആലപ്പുഴ SD കോളേജ്. ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് BR പ്രസാദ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് നമുക്കൊരു വലിയ അടുപ്പമുണ്ടാകും. മരിക്കുന്നതിന് മുമ്പ് പത്മനാഭൻ സാറിനെ വളരെ വിദൂരമായിട്ട് ഒരിക്കൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ BR പ്രസാദുമായിട്ട് അങ്ങനെ ആയിരുന്നില്ല. പരസ്പരം വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് അടക്കം ഉള്ള ഒരു സൗഹൃദം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവസാനം അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന 4 പുസ്തകം, അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത്, വായനാ മേശപ്പുറത്തിരുന്ന 4 പുസ്തകങ്ങളിൽ ഒന്ന് എൻ്റെ ആയിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പത്മരാജൻ ദുരന്തകാമനകളിലെ ഗന്ധർവൻ എന്ന് പറയുന്ന മാതൃഭൂമി ബുക്സ് ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പാണ് അദ്ദേഹം അവസാനമായി വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിലൊന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചന്ദ്രോത്സവം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിനൊപ്പം ഈ പുസ്തകം കൂടി വായിച്ച് കമഴ്ത്തി വെച്ചിരിക്കുന്ന വിഷ്വൽ ഞാനെടുത്തതല്ല, അത് മറ്റൊരു ചാനലിൽ വന്നത് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പം എനിക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു. പിന്നെ ഈ പാട്ടിൻ്റെ മേഖലയിൽ ഞങ്ങൾ തമ്മിലിങ്ങനെ, അദ്ദേഹവും പാട്ടിൽ വളരെ വിശാരദനായിരുന്നു. പാട്ടിനെ വ്യാഖ്യാനിക്കുന്നതിൽ, പാട്ട് എഴുതുന്നത് മാത്രമല്ല, അദ്ദേഹം പാട്ട് മനോഹരമായി വ്യാഖ്യാനിക്കുമായിരുന്നു. ഒരുപക്ഷെ രചയിതാവൊന്നും വിചാരിക്കാത്ത തരത്തിൽ പാട്ടിനെ വ്യാഖ്യാനിക്കുമായിരുന്നു. സ്വർഗപുത്രി നവരാത്രിയൊക്കെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ഞാനിങ്ങനെ കേട്ട് അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കും. അതായത് സ്വർഗപുത്രിയാണ് നീ കാമുകി, നിന്റെ നവരാത്രിയാണ് തേച്ചിട്ട് പോയി. നിന്റെ നവരാത്രിയാണിന്ന്. നവരാത്രി ആദ്യ രാത്രി എന്ന് എടുക്കാമല്ലോ, നവരാത്രിയാണ്. സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപം, നിന്റെ മണിയറ എന്ന് പറയുന്നത് സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപമാണ്. അവിടെ എന്നെ സോപാന ഗായകനെങ്കിലും ആക്കൂ. സോപാന ഗായകന് ശ്രീകോവിൽ അടച്ചിരിക്കുമ്പം പുറത്ത് നിന്ന് കൊട്ടിപ്പാടാനേ പറ്റുള്ളൂ. ഇങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്യണം. അപ്പം ഇങ്ങനെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും ഇത്തരത്തിൽ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികത്തിന് മുഖ്യ പ്രഭാഷണം, അദ്ദേഹത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയ ഞാനായിരുന്നു. അതാണ് ഈ വൈറലുകളായിട്ട് വന്നേക്കുന്ന ഈ പ്രഭാഷണം. അതിലൊരുപാട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം ആദ്യം പാട്ട് എഴുതിയത് 1-ാം കിളി എന്നുള്ളത്. അപ്പോൾ അത് പലരും പാടുന്ന 1-ാം കിളി, 2-ാം കിളി എന്നൊക്കെയാണ് പാടുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരു തീമാണ് ആ പാട്ട്. 1-ാം കിളി പൊന്നാൺകിളിയാണ്. ആരുടെ? അവളുടെ. അപ്പോൾ 1-ാം കിളി പൊന്നാൺകിളി. ആ പൊന്നാൺകിളിക്ക് മാത്രമേ അവളുടെ ആ മാമ്പഴമാണല്ലോ, കിളിച്ചുണ്ടൻ മാമ്പഴമായിട്ടാണല്ലോ അവൾ. അപ്പോൾ ആ മാവിലേക്ക് പ്രവേശനമുള്ളൂ. 1-ാം കിളി മാവിന്മേൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-ാം കിളി കണ്ടു കൊതി കൊണ്ടു. ആര്? ശ്രീനിവാസൻ്റെ കഥാപാത്രം. 2-ാം കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ എന്ന് മാത്രമല്ല, 3-ാം കിളി 4-ാം കിളി എണ്ണാത്തതിലേറെ കിളി അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്തായി. ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഇവർ തമ്മിൽ പരസ്പരം കൊത്തുകളായി. പക്ഷേ കിളി ചുണ്ടൻ മാമ്പഴമായ അവൾ കിളി കൊത്താ തേൻപഴമായി തുടർന്നു. ആർക്കു വേണ്ടി? 1-ാം കിളിക്ക് വേണ്ടി. അതാണ് പൊന്നാൺകിളി, മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം. തളിർ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവെച്ചു എന്ന് മാത്രമല്ല, അവൾ
രണ്ടാമത് അതായത് നാട് വിട്ടുപോയ മോഹൻലാലിൻ്റെ കഥാപാത്രം തിരിച്ചു വന്ന് ഇവളുമായി സൗഹൃദപ്പെടുന്നത് വരെ ചിരിക്കുന്നില്ല. സിനിമ കണ്ടാൽ അറിയും. അപ്പം തളിർ ചുണ്ടിൽ പൂത്തിരി, ചുണ്ടിലെ പൂത്തിരി ചിരിയാണല്ലോ. മുത്തായി ചിപ്പിയിൽ, മനസ്സിൻ്റെ ചിപ്പിയിൽ എന്നെ കാത്തുവെച്ചു. അതാണ് സിനിമ. ആ സിനിമ അതാണ് ആ സിനിമ. എത്ര രസകരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ പാട്ട് മനസ്സിലാക്കി പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ പാട്ടിനോടൊരു കുറച്ചുകൂടെ ആ പാട്ടിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാനും ആ പാട്ടിൻ്റെ ആത്മാവിലേക്ക് കടന്നു ചെല്ലാനും ആ പാട്ടുമായി റിലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു പാട്ടാണ് ജലോത്സവത്തിലെ കേരനിരകളാടും. അത് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം അറിഞ്ഞില്ല. മലയാള മനോരമയിലൊരു വാർത്ത വരുന്നു, ഇങ്ങനെ സിബി മലയിൽ സാറിൻ്റെ പുതിയ സിനിമ വരുന്നു, അതിൽ പാട്ട് എഴുതുന്നു, കുട്ടനാടൻ പശ്ചാത്തലത്തിലൊരു സിനിമ വരുന്നു, അതിൽ പാട്ട് എഴുതുന്നത് BR പ്രസാദ്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാനിതൊന്നും അറിഞ്ഞില്ല. പിന്നീടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നു, അങ്ങനെ വിവരമൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കുട്ടനാട്ടിലേക്ക്, താങ്കളുടെ നാടാണല്ലോ, മങ്കൊമ്പുകാരനാണ് അദ്ദേഹം, BR പ്രസാദ്, താങ്കളുടെ നാട്ടിലേക്ക്, കുട്ടനാട്ടിലേക്ക് പുറത്തു നിന്നുള്ളവരെ ക്ഷണിക്കുന്ന തരത്തിലൊരു പാട്ടായിരിക്കണം. നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം, മോശമായാലും നിങ്ങൾക്കായിരിക്കും ഉത്തരവാദിത്വം. കാരണം കുട്ടനാട്ടുകാരനല്ലേ എഴുതുന്നത്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് അതിനാണ്. എന്തെഴുതും, അതൊരു പ്രശ്നമാണല്ലോ. എന്തെഴുതും, എഴുതി വീണ്ടും എഴുതി, എങ്ങനെ കുട്ടനാട്ടിനെ അടയാളപ്പെടുത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മനസ്സിൽ ലഡ്ഡു പൊട്ടിയത്. പുള്ളി 10ാം ക്ലാസ് അല്ലെ പ്രീ ഡിഗ്രിക്ക് മറ്റേ ശേഷം അദ്ദേഹം പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവൾ വളരെ സുന്ദരമായിട്ടിങ്ങനെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ചാന്തൊക്കെ തൊട്ട് അങ്ങനെ പൗഡറൊക്കെ ഇട്ടാണ് വരുന്നത്. ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ അടുത്ത കാലത്ത് കുട്ടനാട്ടിലെ വയൽ വരമ്പിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ കള പറിക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ടു. അപ്പോൾ ഇവളിങ്ങനെ സാറിനെ കണ്ടിട്ട് പിന്നിലേക്ക് വലിഞ്ഞു നിന്നു. അദ്ദേഹം ഒരു ജനകീയനാണ്, എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച വഴിക്ക് പുറഞ്ഞു നിൽക്കുന്ന മോളെന്താ പുറഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചു. അല്ല സാറേ എനിക്ക് ഇങ്ങനെ എന്തുവാ പഠിച്ചൊന്നും ഞാൻ ജയിച്ചില്ല, SLC ജയിച്ചില്ല, ഞാനിപ്പം ഇതൊക്കെ ആ ജോലി എന്നൊക്കെ പറഞ്ഞു. എന്താ അത് കുഴപ്പമില്ലല്ലോ, നല്ല കാര്യമല്ലേ, ജോലി ചെയ്തല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളി ആശ്വസിപ്പിച്ച് പോയി. അതിങ്ങനെ അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്തു. അതാണ് ഞാറ്റോലപ്പച്ചവള പൊന്നും ചെളിക്കൊലിസ് എന്ന് അദ്ദേഹം പ്രയോഗിച്ചു. പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാൾ എന്ന് മാത്രമല്ല, കുട്ടനാട്ടിലൂടെ സഞ്ചരിക്കുന്നവർക്കറിയാം, കുട്ടനാട്ടിലെ വരമ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒഴുകുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്, ഒരു ചെളിയുടെ മണം. ആ മണം കുട്ടനാട്ടിലെ പെണ്ണിൻ്റെ മണമാണെന്നാണ്. ആ മണ്ണിൻ്റെ മണവും പെണ്ണിൻ്റെ മണവും ഒന്നാണ്. അത് നിങ്ങൾ ചെളിമണം നാറുന്നു എന്നൊക്കെ പറയുന്നതല്ല, അത് മധുമണമാണ്. അതായത് പ്രയോഗിക്കുന്നുണ്ട്. കന്നോട് കരിയുഴും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പ മധുമണമോ എന്നൊരു പ്രയോഗമുണ്ട്. കന്നോട് കരി ഉഴുമ്പോൾ, കന്നിനെ വെച്ച് കരി കലപ്പ ഉപയോഗിച്ച് ഉഴുമ്പോൾ മണ്ണ് മറിയുമ്പോൾ ഒരു മണം വരും. അതാണ് മണ്ണുതിരുന്നത്, ഒരു മണം വരും. ആ മണം അതായത് ഒരു ഗന്ധബിംബത്തെ നമ്മുടെ പാട്ടിലേക്ക് ഉപയോഗിക്കുകയാണ്. നമുക്കിപ്പോൾ ആ മണം ആസ്വദിക്കുന്നുണ്ട് അല്ലേ, മണം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഗന്ധബിംബത്തെ പാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ പാട്ടിനുണ്ട്. അങ്ങനെ അത് പിന്നീട് കേരനിരകളാടും കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട് പാടി വെച്ചിട്ടുണ്ട്. സരസ്വതി എന്ന് പറയുന്ന രാഗമാണ്, പ്രഭാത രാഗം. അൽഫോൺസ് അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക്. ഒരു പ്രഭാത രാഗത്തെ ഇത്ര മനോഹരമായിട്ട് എങ്ങനെയാണ് ഒരു തീം സോങ്ങിലേക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്ന് അത്ഭുതപ്പെട്ടവരിൽ സാക്ഷാൽ രവീന്ദ്രൻ മാസ്റ്ററും ഉണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, രവീന്ദ്രൻ മാസ്റ്റർ ചോദിച്ചു ഇതെങ്ങനെ ഇത് ഈ പ്രഭാത രാഗത്തെ കൊണ്ടുവന്നു. സാധാരണ ഈ മോർണിംഗ് ഒക്കെ അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഭൂപാളം, രേവമുക്തി, സരസ്വതി പോലെയുള്ള രാഗങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് പിന്നീട് കേരളത്തിൻ്റെ ഒരു തീം സോങ് ആയിട്ട് മാറി. യഥാർത്ഥത്തിൽ കുട്ടനാടിനെ പരിചയപ്പെടുത്താനാണ്. അതിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടേണ്ടതായിരുന്നു. അതിൽ അദ്ദേഹത്തിന് നിർഭാഗ്യം പറ്റിയത് സിനിമയിൽ ഇത് എഴുതി ടൈറ്റിൽ സോങ്ങാണ്, മുഴുവനില്ല, കുറച്ച് ഭാഗം കാണിച്ചു കഴിഞ്ഞ് സിനിമ തുടങ്ങുക. അങ്ങനെ ടൈറ്റിൽ സോങ്ങിന് അവാർഡില്ല.
സിനിമയിലെ ഒരു പാട്ടായി വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ അതിന് അവാർഡ് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ധാരാളം പാട്ടുകൾ, മനോഹരമായ പാട്ടുകൾ അദ്ദേഹം എഴുതി. പിന്നെ അതിൽ തന്നെയാണ് ഈ കൂന്താലിപ്പുഴയൊരു വമ്പത്തി. അദ്ദേഹം ഇങ്ങനെ കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലുസുമിട്ടൊരു വമ്പത്തി, കൂന്താലിപ്പുഴയൊരു വമ്പത്തി എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒരു പുഴ ഉണ്ട് പാലക്കാട് ഭാഗത്ത് എവിടെയുള്ളൊരു പുഴ. പിന്നെ പോലെ പിന്നാണ് നമ്മൾ മനസ്സിലായി ഇത് പുള്ളി കളിപ്പിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിന് സ്കൂളിൽ പുളിങ്കുന്ന് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പം പുഞ്ചയ്ക്ക് നടുവിലൂടെ നടന്നാണ് ഈ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെയോ ഒപ്പം പഠിക്കുകയോ മുകളിൽ പഠിക്കുകയോ വേണ്ടി ചെയ്തൊരു പെൺകുട്ടി, അവൾ ഇങ്ങനെ ഒരു ദിവസവും ഇവളെ ഇങ്ങനെ കാണും. അങ്ങനെ സഞ്ചരിച്ച് പോകുന്ന അവസരത്തിൽ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ കനത്ത മഴ പെയ്തു. അദ്ദേഹത്തിന് എവിടെയും കയറി, ഞാൻ പുഞ്ചയ്ക്ക് നടുവിലൂടെ പോകല്ലേ, അപ്പോൾ ഈ കുട്ടി മാത്രം ഇങ്ങനെ കുട പിടിച്ച് മുമ്പേ പോകുന്നുണ്ട്. പ്രസാദൻ ഓടിച്ചെന്ന് ആ കുടയിൽ കയറും. അങ്ങനെ ഒപ്പം സഞ്ചരിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാകവേ ഈറൻ മുടി എന്നുള്ള ആ പാട്ട് അദ്ദേഹം എഴുതുന്നത് വെട്ടം ആ സന്ദർഭത്തിനാണ്. പിന്നെ അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു പാട്ടാണ് ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല. നളചരിതമായി പറയുന്നത് മറ്റേ നല്ലതാളി കാതിലോല. നമ്പ്യാരും മറ്റേ ഉണ്ണായി വാര്യരും തമ്മിലുള്ള സംഭാഷണം ഉണ്ടല്ലോ, മനസ്സിലായി. അതാരാണ് നല്ലത്? കാതിലോല, നല്ലതാളി. അതാണ് ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല, കളവാണിയാം കിളിയെ ഓർത്തിയില്ല. ഏതാ? എഴുത്തച്ഛൻ്റെ കിളിയാ അത്. ശരിക്കും അതിൻ്റെ അടുത്തതിനകത്ത് കൃഷ്ണഗാഥയെക്കുറിച്ചാണ് പറയുന്നത്. തോഴി നീ ഒരുക്കുന്നു ഒരു ദേവിയായൻ ഗ്രാമത്തെ, ഞാനതിൻ്റെ തീരത്തെ വനഗോപബാലനാകുന്നു. ശ്രീകൃഷ്ണൻ അത് കൃഷ്ണനാണ്. അങ്ങനെ മലയാള സാഹിത്യത്തിലെ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും വെച്ചാണ് അത് പാട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് രസമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തനതാനടിൽ പൂക്കളും പനത്താനും കാറ്റിനിമ്പവും ഗാനാലാപവും. എന്ത് രസമായിട്ടാ. നമ്മൾ ഈ പാട്ടുകാരും വേണ്ടത്ര പഠിക്കുന്നില്ലെന്നുള്ളതാണ്. ഈ അടുത്ത കാലം വരെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴാണ് ചലച്ചിത്രഗാന പഠനം ഒരു പേപ്പർ. ഇപ്പോൾ ഈ പുതിയ വർഷമാണ് ചലച്ചിത്രഗാന പഠനം എന്ന് പറഞ്ഞൊരു പേപ്പർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചലച്ചിത്രഗാനം എന്ന് പറഞ്ഞാൽ എന്തൊരു മോശപ്പെട്ട, ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊരു മോശപ്പെട്ട ഇതാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഇതിലൊക്കെ നല്ല ഗംഭീരമായ സാഹിത്യമുണ്ട്. പലരും പലരെയും പരിഹസിച്ചും, ഈ പാട്ടെഴുത്തുകാരെയൊക്കെ പലരും പരിഹസിച്ചൊക്കെ പറയുന്നത് കാണാം. നമ്മളങ്ങനെ തള്ളിക്കളയാനേ പാടില്ല. അതൊരു വലിയ ക്രിയേറ്റിവിറ്റിയാണ്. കാരണം അതൊരു അപ്ലൈഡ് ആർട്ട് കൂടാണല്ലോ. ഒരു കഥാസന്ദർഭത്തിന് വേണ്ടി നമുക്ക് സ്വാതന്ത്ര്യമില്ല. കവിത എഴുതുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെ എഴുതാം, മറ്റേ അതില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇന്ന രീതിയിലായിരിക്കണം എന്ന് സംവിധായകൻ, നിർമ്മാതാവ്, മ്യൂസിക് ഡയറക്ടർ വരെ പറയും. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി സാർ പറഞ്ഞിട്ടുണ്ട്, ഋതം വെച്ച്, ഇളയരാജയ്ക്കാണെങ്കിൽ താളം വെച്ച് എഴുതണം. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ എന്ന് ആ താളത്തിനനുസരിച്ച് പദം മുറിച്ച് എഴുതണം. അങ്ങനെ വരെ കോംപ്രമൈസ് ചെയ്താണ് പാട്ടെഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ എററൊക്കെ ഉണ്ടായാൽ ഉടനെ അതെടുത്തിട്ട് നമ്മൾ കൊല്ലാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ ആരെയും വിമർശിക്കാറില്ല. കാരണം നമുക്ക് ആ സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ പ്രശ്നം മനസ്സിലാകുന്നത്. ഞാൻ പുതിയ തലമുറയിലെ ഒരുപാട് ഗാനരചയിതാക്കളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് എങ്ങനെ എഴുതിയാലും പറ്റില്ല, ആദ്യത്തെ വാക്കിലൊരു ഹുക്ക് വേണം എന്നൊക്കെ പറയും. നമ്മൾ ഈ ഹുക്ക് തേടി നടക്കുകയാണ്, പല വാക്കുകൾ ഉപയോഗിക്കും. അപ്പോഴാണ് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പാട്ടുകൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. എത്ര രസകരമായിട്ടാണ് ഇവരൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ, ഈ പാട്ട് സാഹിത്യം, പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാന സാഹിത്യത്തെയൊന്നും കുറച്ച് കാണാൻ പാടില്ല. ONV സാറ് തുമ്പപ്പൂ കണ്ടിട്ട് ഒരു പാട്ടിലാണ്, ആലോചിക്കണം. ഈ തുമ്പപ്പൂ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന് പറയുന്നത്
മെല്ലെ മെല്ലെ. ആ മെല്ലെ മെല്ലെ അതിൽ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്നുള്ള ആ പല്ലവി കഴിഞ്ഞിട്ട് മല്ലിയാമ്പൽ പൂവിനെ തൊട്ടു നിർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂ ആയി വിരിഞ്ഞു. അങ്ങനെയാണോ തുമ്പപ്പൂ? അങ്ങനെ തുമ്പപ്പൂ ഉണ്ടായത്. എങ്ങനെ? ആയർപ്പൻ കിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതാണ്. ആയർ പെൺകിടാവ് ആരാണ്? യാദവ പെൺകുടിമാരാണ്. യാദവ പെൺകുടിമാരുടെ ജോലി എന്താണ്? പാല്. ക്ഷീരകർഷകരാണ്. നോക്കൂ എത്ര കണക്ട് ചെയ്തൊക്കെ നോക്കൂ. അപ്പോൾ യാദവ പെൺകുടിമാർ പശുക്കളെ കറന്ന് പാൽക്കുടങ്ങളിൽ പാൽ നിറച്ച് നടന്നു പോകുമ്പോൾ തുളുമ്പി വീണ പാൽത്തുള്ളികളാണ് ഈ തുമ്പപ്പൂക്കളായി വിരിഞ്ഞത്. ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പാൽത്തുള്ളികൾ തുളുമ്പി വീഴാൻ ഇടയായത്? ചിലർ പറഞ്ഞു കുടത്തിൻ്റെ അല്ല, അത് മറ്റു ചില അവയവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ല, അതാണ് ON വി കുറുപ്പ് സാറിൻ്റെ കവിത. അതിന് ആദ്യത്തെ വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇവരുടെ കുടങ്ങൾ തുളുമ്പാൻ കാരണം. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. അതുകൊണ്ടാ. ആരാ ഇടയൻ? ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണന്റെ ഹൃദയത്തിൽ നിറഞ്ഞ പാട്ട് ഒരു മുളന്തണ്ടിലൂടെ ഒഴുകി വന്നത് കേട്ടിട്ട് കാമുകിമാരാണല്ലോ ഇവരല്ല, അവർക്ക് രോമാഞ്ചമുണ്ടായി. അതിനെ തുടർന്ന് തുളുമ്പി വീണതാ. നോക്കൂ എത്ര രസമായിട്ടാ ഇങ്ങനെ പാട്ട് കേട്ട് 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 പോയാലുണ്ടല്ലോ, നല്ല രസമാണ് പാട്ട് നമുക്ക് കേൾക്കാൻ. ഈ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ ഈ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. നമ്മൾ തൽക്കാലം ഈ രസകരമായ വർത്താനം ഇവിടെ മുറിച്ചു പോവുകയാണ്. സാറിനെ മറ്റൊരു അവസരത്തിൽ നമ്മൾ വീണ്ടും കാണും. തീർച്ചയായും സന്തോഷം. ഇപ്പൊ നമ്മൾ രണ്ടുപേരെ കുറിച്ചും മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്, BR-നെ കുറിച്ചും പത്മനാഭൻ സാറിനെ കുറിച്ചും. പക്ഷെ ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പൊളിക്കും. വയലാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരെ നമുക്ക് പിടിക്കാനുണ്ട്. പിന്നെ ബിജു തിരുമല, അതൊരു ഗ്രേറ്റ് സംഭവമാണ്. നമ്മള് പാട്ട് മലയാളം. പുഴയൊരു പൂണൂലായി മലകളെ പുണരുമ്പോൾ ഉപനയനം ചെയ്യും ഉഷസ്സിന് കൗമാരം എഴുതിയ കവിയ. ഗ്രേറ്റ് പോയറ്റ്. സിനിമാ പാട്ടിന്റെ ചരിത്രം നോക്കുമ്പോൾ ബിജു തിരുമലയെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പറ്റില്ല. അപ്പോൾ അത് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ വീണ്ടും കാണും. വളരെ സന്തോഷം. കോളേജിലെ പഠിപ്പീരും പഠനവും ഒക്കെ മുന്നോട്ട് പോട്ടെ. വളരെ സന്തോഷം. SD കോളേജിൽ എത്ര വർഷമായി സാറേ? 15 വർഷം. 15 വർഷമായിട്ട് അവിടെ തന്നെ അതെ. ഞങ്ങൾക്ക് സ്ഥലമാറ്റം ഇല്ല, ഒരു കോളേജേ ഉള്ളൂ. അത് കാരണം SD കോളേജിൽ തുടരുന്നു. അപ്പൊ ആ കുട്ടികളുടെ ഒരു എന്താ പറയാ ഒരു സന്തോഷം. അല്ല, അതിലെ 2-3 ഘടകങ്ങളുണ്ട്. നേരത്തെ ഞാനിപ്പോൾ 15 വർഷമായല്ലോ. ഞാൻ വന്ന സമയത്തൊക്കെ ഇതൊക്കെ നല്ല രസകരമായിട്ട് നമ്മൾ പറയുമ്പോൾ കുട്ടികളിങ്ങനെ കേട്ടിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളുടെ കുറ്റമല്ല, നമ്മൾ അത്തരമൊരു ഭാവുകത്വ പരിണാമം സംഭവിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഇതുപോലെയുള്ള സാഹിത്യ ഭംഗിയുള്ള പാട്ടുകൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതെല്ലാം മോശമാണ് എന്നുള്ള അഭിപ്രായമല്ല. ഇത്തരം ഡെപ്തിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഗാനരചയിതാവ് പാട്ട് എഴുതാൻ ചെന്നപ്പോൾ, വളരെ പ്രസിദ്ധനായൊരു ഗാനരചയിതാവ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതാണ്, നിലാവല ഇങ്ങനെ കുളത്തിനു മീതെ വീണ് വല പോലെ വീണിരിക്കുന്നു എന്നൊന്നാമത്തെ വരിയിൽ അദ്ദേഹം എഴുതി. രണ്ടാമത്തെ വരിയിൽ മതിച്ച കാറ്റ് എന്തോ മാമ്പൂ മണവുമായി വന്നു, അങ്ങനെയാണ് രണ്ടാമത്തെ വരി എഴുതിയപ്പോൾ സംവിധായകൻ പറഞ്ഞു മതിച്ച കാറ്റൊന്നും വേണ്ട, അത് മനസ്സിലാകത്തില്ല. കാരണം ഇതിലെ ഈ പാടുന്ന നായകൻ ഒരു ഗുണ്ടയാണ്, അയാൾക്ക് മതിച്ച കാറ്റെന്നൊന്നും പറയാൻ അറിയില്ല. അപ്പം മതിച്ച കാറ്റ് എന്നതിന് പകരം എന്ത് വാക്ക് ചേർക്കും ഗുണ്ടയ്ക്ക് പാടാൻ? അവസാനം മുറിച്ച ബീഡി എന്നാക്കി. വേറെ വഴിയില്ല. വേറെ പ്രസിദ്ധനായ ഗാനരചയിതാവാ. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ ഒരു മാറ്റം നമുക്കിടയിലുണ്ട്. പരിഹസിച്ച് പലരും പറയുന്ന കേൾക്കാം, ഈ ഹേ ബനാനെ ഒരു പൂ തരാമോ
ബനാനയ്ക്ക് പൂവുണ്ടോ? ഉം. ഈ ബനാനകൾക്ക് പലതിനും പൂവുണ്ടെന്ന് നേരത്തെ നമ്മുടെ പാട്ടുകളിൽ വന്നിട്ടുണ്ട്. ഉം. ഈ വഴിയിൽ ഇഴകൾ നെയ്യും സാന്ധ്യനിലാ ശോഭകളിൽ ഞാലിപ്പൂവൻ വാഴപ്പൂക്കൾ ഉം. തേൻപാളി ഉയർത്തിടുമ്പോൾ എന്ന് വന്നിട്ടുണ്ട്. ഉം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം മോശമാണെന്നല്ല, പക്ഷെ കുട്ടികൾക്ക് വളരെ കുറച്ച് കുട്ടികളെ ഇങ്ങനെയുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുള്ളൂ ഉം. ഉം. പുതിയ കാലത്ത്. മറ്റേ അങ്ങനെയല്ല, നമ്മളിതിങ്ങനെ പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ രസകരമായി കേട്ടിരിക്കും. ഇപ്പോൾ അത്രയും ഒന്നും കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് പഴയ പാട്ടുകൾ പലതും കുട്ടികൾ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കേരള സർവകലാശാലയിൽ ഇപ്പം ചലച്ചിത്രഗാന പഠനം ഒരു പേപ്പറായിട്ട് വന്നു. അതിൽ ഒരു 10-16 പാട്ടുകൾ, വിശദ പഠനത്തിനായി ഒരു 16 പാട്ടുകൾ വെച്ചിട്ടുണ്ട്. ഉം. അതിൽ ഒരു 3-4 പാട്ടെങ്കിലും കുട്ടികൾ കേട്ടിട്ടേയില്ല. ഓ. എന്നാൽ നോക്കൂ, അറബിക്കടലൊരു മണവാളൻ, പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി, ഈ പാട്ടൊന്നും കുട്ടികൾ കേട്ടിട്ടില്ല. ഉം. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു വേദന ഉം. സമൂഹം മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതിനകത്ത്. ഉം. പക്ഷേ എങ്കിലും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇതിനെ രസകരമാക്കി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ തീർച്ചയായും അവരിതിലേക്ക് വരും എന്ന് എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ഈ കുട്ടി കേട്ടിരുന്നത് പോലെ സാറിന് അവതരിപ്പിക്കാനുള്ള മിടുക്കുണ്ട്. അല്ല, അത് അവർ സഹിക്കുമോ എന്നുള്ളതാണ്. അതൊക്കെ സഹിച്ചോളൂ. സഹിക്കുന്ന ഞങ്ങളെ പോലെ കുറെ കുട്ടികളുണ്ട്. അല്ല, രജനീഷിന് ഇതിന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഉം. അല്ല, സാറ് പറയുന്നത് കൊള്ളാവുന്നത് കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതെ അതെ അതെ. അല്ല, എങ്കിലും ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. മറ്റേ പല കുട്ടികൾക്കും എങ്ങനെങ്കിലും സെം ഒന്ന് പാസ്സായാൽ മതി, ഇതൊന്ന് തീർന്നിട്ട് വേണം ഇപ്പം ഇതുവരെ ആരാണ് ഇത് അയച്ചിരിക്കുന്നത്, എന്താണ് ചാറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാൻ, ഇങ്ങനൊരു മനോഭാവത്തോടെ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗം കുട്ടികളുണ്ട്. നല്ല കുട്ടികളില്ല എന്നല്ല, നല്ല താല്പര്യമുള്ളവർ ഇതിങ്ങനെ, ഇത് മലയാളം കുട്ടികൾ പോലും അല്ല, മറ്റു വിഷയങ്ങളിലെ കുട്ടികൾ പോലും ഇതിലേക്ക് വരാറുണ്ട്. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം കൂടി ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഈ പുതിയ കാലത്ത് നേരിടുന്നുണ്ട്. ഈ സാഹിത്യമൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞാൽ വേണ്ടത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാത്ത ഒരു രീതി കൂടി ഉണ്ട് എന്നുകൂടി ഞാൻ പറയായിരുന്നു. നമുക്ക് അതിനനുസരിച്ചുള്ള വഴക്കമുള്ള മാഷന്മാരുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, ഭാഷാ സ്നേഹികളാവട്ടെ. ഓ, സന്തോഷം, നന്ദിയുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. വളരെ സന്തോഷം, വളരെ സന്തോഷം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.